നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മറ്റത്തൂർ വരന്തിരിപ്പിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര പാലപ്പിള്ളി റോഡിലെ നായാട്ടുകണ്ട് ഇറക്കത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് അപകടത്തിന് വഴിയൊരുക്കുന്നു. ഇറക്കവും വളവുമുള്ള ഭാഗത്താണ് ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുവഴി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണിത്. കുത്തനെയുള്ള ഇറക്കമായതിനാൽ കുഴികളിൽ ചാടുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സംഭവവും ഉണ്ടാകുന്നുണ്ട്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നു പോകുന്നത് പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര റോഡിലൂടെയാണ്. മലയോര ഹൈവേക്കുള്ള സ്ഥലമെടുപ്പും അനുബന്ധ നടപടികളും പൂർത്തിയാകാൻ വൈകുന്നതിനാൽ ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളിക്കുളങ്ങര മുതൽ നായാട്ടുകുണ്ട് വരെയുള്ള റോഡിൽ പല ഭാഗത്തും കുഴികൾ നിറഞ്ഞിട്ടുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ അറ്റകുറ്റപ്പണി നടത്തി കുഴികൾ അടക്കാൻ നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി രതീഷ് നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 20-നാണ് പൂരമഹോത്സവം നടക്കുക. പൂര ദിവസം വരെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കലാർച്ചനാ പരമ്പര ആരംഭിച്ചു. സംഗീത നാടക അക്കാദമി ചെയർമാനും മേള കലാകാരനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ദിലീപ് കൊടുങ്ങല്ലൂർ എഴുതി കലാശ്രീ മണ്ഡലം ഗിരീശൻ ചിട്ടപ്പെടുത്തി ആലപിച്ച ഭക്തിഗാനം പുറത്തിറക്കിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മാളവിക അരുണിന്റെ വയലിൻ കച്ചേരിയും ഉണ്ടായി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് 20 രൂപ വർദ്ധിച്ച് 14,260 രൂപയായി. പവന് 160 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,14,080 രൂപയിലെത്തി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകളാണിത്. അതേസമയം സംസ്ഥാനത്ത് വെള്ളിവിലയിൽ മാറ്റമില്ല. വെള്ളി ഗ്രാമിന് 270 രൂപയും 10 ഗ്രാമിന് 2,700 രൂപയുമാണ് വ്യാഴാഴ്ചത്തെ വില. കാവനാട് സ്വദേശി തങ്കമണി ചേച്ചിയുടെ വീട്ടിൽ ഇനി ഇരുളില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വൈദ്യുതി വെളിച്ചത്തിനായി കാത്തിരുന്ന തങ്കമണി ചേച്ചിക്ക് BJP പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത്തവണത്തെ വിഷു പ്രകാശപൂരിതമായി. കാവനാട് വെളാട്ട് തങ്കമണി ചേച്ചിയുടെ 20 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് ഇപ്പോൾ ശുഭപര്യവസാനമായിരിക്കുന്നത്. വീട് പണി പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ ഇവർ ദുരിതത്തിലായിരുന്നു. ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ കാവനാട് മറ്റത്തൂർ മേഖലകളിലെ BJP പ്രവർത്തകർ ഒത്തുചേർന്ന് വൈദ്യുതി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ബിനീഷ് വെട്ടിയാട്ടിൽ, സുജിത്ത് ആനനപ്പുരത്തുകാരൻ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മറ്റത്തൂർ മുൻ 20-ാം വാർഡംഗം KS ബിജു, നിലവിലെ 20-ാം വാർഡംഗം അശ്വതി സുബീഷ് എന്നിവർക്കൊപ്പം സുബ്രഹ്മണ്യൻ വില്ലനശ്ശേരി, മനീഷ് പാപ്പാത്തി, PR ആരോമൽ, ബിനോജ് കൊടകരക്കാരൻ എന്നിവരും സജീവമായി രംഗത്തുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിനൊടുവിൽ സ്വിച്ചിട്ടപ്പോൾ തെളിഞ്ഞത് ഒരു കുടുംബത്തിന്റെ ദീർഘകാലത്തെ സ്വപ്നമാണ്. ഉള്ള വീട്ടില് കറണ്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ വളരെയധികം സന്തോഷം. അപ്പൊ തങ്കമണിജിക്ക് അതിനെ പറ്റിയിട്ട് 2 വാക്ക് പറയാം. നിങ്ങൾ സംഘടിപ്പിച്ചു തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. കയ്പമംഗലം എടത്തിരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ 1.5 ലക്ഷം വില വരുന്ന പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിലേക്ക്. ആക്രിക്കടകളിൽ വിൽപ്പന നടത്തിയ മോഷണ മുതലുകൾ കണ്ടെടുത്തു. എടത്തിരുത്തി CV സെന്റർ സമീപം വാട്ടർ അതോറിറ്റി ടാങ്കിന് താഴെ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള കാസ്റ്റ് അയൺ സ്പെഷ്യൽസ് മോഷ്ടിച്ച കേസിൽ 2 പേരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചിന്ത്രാപ്പിന്നി സ്വദേശികളായ ഈരാറ്റു വീട്ടിൽ ഗോകുൽ, ഭഗവതി വീട്ടിൽ സന്ദീപ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. എടത്തിരുത്ത് പഞ്ചായത്തിലെ വാട്ടർ ലീക്ക് മെയിൻ്റനൻസ് ജോലികൾക്കായി എത്തിച്ച 1,44,535 രൂപ വില വരുന്ന സാമഗ്രികളാണ് പ്രതികൾ കടത്തിക്കൊണ്ടുപോയത്. മോഷണം നടന്ന സ്ഥലത്തു നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. പ്രതികൾ ചന്ദ്രാനപ്പിന്നി, പുളിഞ്ചോട്, പാലപ്പെട്ടി എന്നീ സ്ഥലങ്ങളിലെ ആക്രിക്കടകളിൽ വിൽപ്പന നടത്തിയിരുന്ന മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത, SI ഫാത്തിൽ റഹ്മാൻ,
GSI ജെയ്സൺ, GASI രമേശ്, GSCPOമാരായ സുനിൽകുമാർ, ജോസഫ്, സിനോജ്, CPO ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ പൂരത്തിന്റെ ആവേശക്കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാറുള്ള സ്വരാജ് റൗണ്ടിലെ നായ്ക്കനാലിലെ വലിയ ആൽമരം ഓർമ്മയാക്കുന്നു. മരത്തിന്റെ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അപകടാവസ്ഥ കണക്കിലെടുത്താണ് മരം മുറിച്ചു നീക്കാൻ അധികൃതർ തീരുമാനിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ തിരുവമ്പാടി ദേവസ്വമാണ് നടപടികൾ സ്വീകരിക്കുന്നത്. തൃശൂർ നഗരത്തിന് നായ്ക്കനാൽ എന്ന പേര് തന്നെ ലഭിക്കാൻ കാരണമായ ഐതിഹാസികമായ ആൽമരമാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഏകദേശം 2 വർഷം മുൻപ് തന്നെ മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നിർത്തിയിരുന്നെങ്കിലും പിന്നീട് നടത്തിയ ചികിത്സകളൊന്നും ഫലപ്രദമായില്ല. മരം പൂർണ്ണമായും ദ്രവിച്ചതിനാൽ നിലനിർത്തുന്നത് ഭീഷണിയാണെന്ന് കണ്ടെത്തി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് നടക്കുന്നത് ഈ ആലിലാണ്. ശാസ്ത്രവിധി പ്രകാരം ജീവനുള്ള മരത്തിൽ മാത്രമേ കൊടിയേറ്റ് നടത്താൻ പാടുള്ളൂ എന്നതിനാലാണ് നടപടി വേഗത്തിലാക്കിയത്. പൂരം വെടിക്കെട്ട് സമയത്ത് തിരുവമ്പാടി ഭഗവതി ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുന്നത് ഈ നായ്ക്കനാൽ പന്തലിലാണ്. ആൽമരം മുറിക്കുന്നതിന് മുന്നോടിയായി വടക്കുന്നാഥ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അനുജ്ഞാ പ്രാർത്ഥനകൾ നടത്തി. കൊടിയേറ്റ് ചടങ്ങുകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി ഒരു ചെറിയ ആൽമരം ഈ സ്ഥാനത്ത് വച്ചുപിടിപ്പിക്കും. പൂരം കഴിഞ്ഞാലുടൻ പഴയ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് പുതിയ മണ്ണ് നിറച്ച് വിധിപ്രകാരം വലിയൊരു ആൽമരം നായ്ക്കനാലിൽ നട്ടുറപ്പിക്കാനാണ് ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും മാറ്റമില്ലാതെ നിന്ന നായ്ക്കനാലിലെ ആൽമരത്തിന്റെ സ്ഥാനത്ത് പുതിയൊരു പ്രകാശമായി ഈ ആൽത്തൈ വളരും. ഗുരുവായൂർ തൊഴിയൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുത പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ ദിൽഷാദാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെ തൊഴിയൂർ ICA കോളേജിന് സമീപമായിരുന്നു അപകടം. റോഡിലേക്ക് തെറിച്ചു വീണ ദിൽഷാദിനെ ഉടൻ തന്നെ കുന്നംകുളത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പുതുക്കാട് കണ്ണമ്പത്തൂർ പുതുപ്പള്ളിപ്പറമ്പിൽ ജോസ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,260 രൂപയും പവന് 1,14,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.